ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങുമായിട്ടാണ്. റാഗി പുഡിങ്. 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് റാഗി ഞാനൊരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം പാർന്ന് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ റാഗി അരഞ്ഞ് കിട്ടില്ല. റാഗി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പാലെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പണ്ട് മുതലേ ഉണ്ടാക്കി വരാറുള്ളൊരു പുഡിങ്ങാണ്. ഞങ്ങളിതിന് എൽസ എന്നാണ് കേട്ടോ പറയാറ്. ശരിക്കും പറയുന്നത് ബിർണി എന്നാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ റാഗി എടുക്കുന്നത് അത്ര തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ചെറിയ കണ്ണുള്ള അരിപ്പയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട്, നല്ല ക്ലീനുള്ള ഒരു കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മളിത് അരിച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമുക്കതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പാല് കിട്ടത്തുള്ളൂ. ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം അത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് പാല് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് ഇനിയും കുറച്ച് പാല് നമുക്ക് കിട്ടും. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കുക. ഇതുപോലെ കോട്ടൺ ക്ലോത്ത് വെച്ച് അരിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു റാഗിയുടെ പൊടിയൊന്നും മിക്സ് ആവാതെ നമുക്ക് നല്ല പ്യൂറായിട്ടുള്ള പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ ചെറിയ കണ്ണുള്ള അരിപ്പ എടുക്കാൻ നോക്കുക. അതുപോലെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് അരിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ നന്നായി പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. നമ്മളത് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും തിക്കായിട്ട് വരും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ശർക്കരയാണിപ്പോൾ ചേർക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള മധുരമാണിത്, വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. തിളച്ച് കഴിയുമ്പോഴേക്കും പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ അത് പെട്ടെന്ന് കുറുകി വരും. ഇനി ഇതിലോട്ട് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിക്കാവണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ട്രേയിലേക്ക് ആക്കി കൊടുക്കുക. ഒരു ട്രേയിലേക്ക് ആക്കി കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്നെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഇത് 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് വെച്ചില്ലെങ്കിലും നല്ല സെറ്റായിട്ട് വരും. ഇതിൽ തന്നെ നമുക്ക് റാഗി സർബത്തും കൂടി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കുറുക്കിയെടുത്ത പാത്രത്തിലോട്ട് കുറച്ച് പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മിക്സറിലോ നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ സെറ്റായി വന്ന ഈ ഒരു പുഡിങ്ങിൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെ കുടിക്കാനായിട്ട്.
അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്. ഇനി ഇത് സെറ്റായതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലോട്ട് വെച്ചില്ലെങ്കിലും പുറത്ത് തന്നെ 1-2 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ അത് സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.